ചീസി സ്വീറ്റ് കോൺ പിസയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെഡാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പിസ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ പിസ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബ്രെഡിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ബ്രെഡിന്റെ ഈ നടുവിലത്തെ ഭാഗം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ സൈഡ് ചേർത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ബ്രെഡിന്റെ ഈ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അത് മുറിഞ്ഞു പോകാതെ നോക്കണേ. അങ്ങനെ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാനാണ് വെച്ച് കൊടുത്തത്. അതിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പാനിന്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. 4 ബ്രെഡ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗവിന്റെ ഫ്ലെയിം സിമ്മിലായിരിക്കണം വെക്കേണ്ടത്. അടുത്തതായിട്ട് ഈ ബ്രെഡിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ പിസ്സ സോസ് ആണ് തടവി കൊടുക്കുന്നത്. എല്ലാ ബ്രെഡിന്റെ മുകൾ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. പിന്നെ ഈ പിസ്സ സോസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓൾറെഡി അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ പിസ്സ സോസ് നന്നായിട്ട് ബ്രെഡിന്റെ മേലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ മുകളിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 4 പീസ് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കവും നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട്, അതായത് മഞ്ഞയും ചുവപ്പും പച്ചയും. അങ്ങനെ നമ്മുടെ പിസ്സയുടെ എല്ലാ സൈഡിലേക്കും ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള വേണമെങ്കിൽ റൗണ്ടിൽ അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ സവാളയും ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് വെച്ച സ്വീറ്റ് കോൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചീസിന്റെ ഷീറ്റ് ആണ്. അപ്പൊ പിസ്സയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഞാൻ ചീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പകുതിയാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ഇപ്പൊ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ബട്ടറിന്റെ സ്മെല്ല് നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചീസി സ്വീറ്റ് കോൺ പിസ്സ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ഇതിന്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചീസി സ്വീറ്റ് കോൺ പിസ്സ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.